സ്വാഗതം പ്രിയപ്പെട്ടവരെ. ജ്യോതിഷത്തിൻ്റെ അതീവ ആഴങ്ങളിലേക്ക് നമ്മൾ വീണ്ടും ഒരു യാത്ര തുടങ്ങുകയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മകം നക്ഷത്രക്കാരുടെ 2026 വാർഷിക ഫലത്തെക്കുറിച്ചാണ്. രാജസികത, അധികാരം, സ്വാഭാവികമായ നേതൃഗുണം, സ്വന്തം നിലപാടുകളിൽ ഉറച്ച വിശ്വാസം, ഇവയെല്ലാം മകം നക്ഷത്രത്തിൽ പ്രധാന സ്വഭാവ സവിശേഷതകളാണ്. പൂർവികരുടെ അനുഗ്രഹം കൂടുതലായി ലഭിക്കുന്ന നക്ഷത്രം കൂടിയാണ് മകം. 2026 എന്ന വർഷം മകം നക്ഷത്രക്കാർക്ക് സാധാരണ ആയിരിക്കില്ല. ഇത് വിധി നിർണായകമായ ജീവിത ദിശ മാറ്റുന്ന ഒരു ശക്തമായ വർഷമായിരിക്കും. എങ്കിൽ ഈ വർഷം നിങ്ങളെ എവിടേക്ക് കൊണ്ടുപോകും? എന്തൊക്കെ പരീക്ഷണങ്ങൾ, എന്തൊക്കെ നേട്ടങ്ങൾ? ഇപ്പോൾ വിശദമായി നോക്കാം. 2026 വർഷത്തിൻ്റെ സമഗ്ര അവലോകനം. ഈ വർഷം മകം നക്ഷത്രക്കാർക്ക് കർമ്മഫലങ്ങളുടെ വർഷമെന്നാണ് പറയേണ്ടത്. കഴിഞ്ഞ 5 മുതൽ 7 വരെയുള്ള വർഷമായി നിങ്ങൾ നടത്തിയ പരിശ്രമങ്ങളുടെ ഫലം ഈ വർഷം വ്യക്തമായി കാണും. ചിലർ ഉയർച്ചയുടെ ഉച്ചകോടിയിലെത്തും, ചിലർക്ക് അധികാരത്തിൻ്റെ ഭാവം അനുഭവപ്പെടും. ഇനി എന്തൊക്കെയാണ് ഈ വർഷം നിങ്ങളെ പഠിപ്പിക്കുന്നതെന്ന് നോക്കാം. അധികാരം എങ്ങനെ കൈകാര്യം ചെയ്യണം? വാക്കുകൾ എത്ര ശക്തമാണ്? അഹങ്കാരം എത്ര അപകടകരമാണ്? ഇവയൊക്കെയാണ് ഈ വർഷം നിങ്ങളെ പ്രധാനമായി പഠിപ്പിക്കുന്നത്. 2026 ദൈവം മകം നക്ഷത്രക്കാർക്ക് 2 വഴികൾ തുറന്നു തരും. 1. വിനയത്തോടെ ഉയരുക. 2. ഈഗോ മൂലം വീഴുക. ഇവയിൽ ഏത് വഴി തിരഞ്ഞെടുക്കണമെന്നത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. തൊഴിൽ ആൻഡ് കരിയർ ഫലം. ജോലി ചെയ്യുന്നവർക്ക് 2026 പുതിയ അധികാര ചുമതലകൾ ഏൽക്കേണ്ടി വരും. ടീം നയിക്കേണ്ട അവസ്ഥയുണ്ടാകും. മറ്റുള്ളവരുടെ ജോലി പോലും നിങ്ങളുടെ തലയിലെത്തും. കാരണം നിങ്ങളുടെ കഴിവിൽ മേലധികാരികൾക്ക് വിശ്വാസം പോരാ എന്നതുകൊണ്ടാണ്. പ്രമോഷനും പൊസിഷനും ഉള്ള ചാൻസുകളും ഈ വർഷം കാണുന്നുണ്ട്. ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെയാണ് അതിനുള്ള ചാൻസസ്. സർക്കാർ ജോലിയിൽ ഇരിക്കുന്നവർക്ക് അധികാര പദവികളിൽ യോഗം കാണുന്നു. പക്ഷേ അധികാരം തലയിൽ കയറരുത്. സഹപ്രവർത്തകരെ ചെറുതായി കാണരുത്. ഒരൊറ്റ തെറ്റായ വാക്ക് വലിയ പ്രശ്നമാകാനുള്ള സാധ്യതയുണ്ട്. ബിസിനസ്സും സ്വയം തൊഴിലും ചെയ്യുന്നവർക്ക് 2026 ഒരു പുനർനിർമ്മാണത്തിൻ്റെ വർഷമാണ്. പഴയ ബിസിനസ് മോഡൽ മാറ്റേണ്ടി വരും. പുതിയ മാർക്കറ്റിലേക്ക് പ്രവേശനം ചെയ്യണം. കുടുംബത്തിൻ്റെ ബിസിനസ് കൂടുതൽ ശക്തമാകും. നിങ്ങൾക്ക് അനുകൂലമായ ചില മേഖലകളുണ്ട്. ഭൂമി അഥവാ റിയൽ എസ്റ്റേറ്റ്, കൺസ്ട്രക്ഷൻ, അഡ്മിനിസ്ട്രേഷൻ, ഫാഷൻ അല്ലെങ്കിൽ ബ്രാൻഡിംഗ്, ഓൺലൈൻ ബിസിനസ്സുകൾ. ഇനി കാര്യമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുമുണ്ട്. നിയമകാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. ടാക്സ് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ പോലെയുള്ള പ്രോസസ്സുകളും നിങ്ങൾ ശ്രദ്ധിക്കുക. സാമ്പത്തിക ഫലം. 2026 സാമ്പത്തികമായി സ്ഥിരതയിലേക്കുള്ള കഠിന യാത്രയായിരിക്കും. ഒന്നിലധികം വരുമാന മാർഗങ്ങൾ നിങ്ങൾക്കുണ്ടാകും. നിങ്ങളുടെ സൈഡ് ഇൻകം ശക്തമാകും. ഇനി ചിലവുകളുടെ കാര്യം. കുടുംബ ഉത്തരവാദിത്തങ്ങൾ കൂടുതലാകും. ആരോഗ്യവുമായി ബന്ധപ്പെട്ട ചിലവുകൾ ഏറും. യാത്രകൾക്കും നിങ്ങൾ ഒരുപാട് ചിലവാക്കേണ്ടി വരും. ഭൂമി, സ്വർണം, വീട് ഇവയാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലതായിട്ടുള്ള കുറച്ച് നിക്ഷേപ മാർഗങ്ങൾ. ദീർഘകാലത്തേക്ക് നിങ്ങൾ നിക്ഷേപം സ്വരുക്കൂട്ടുന്നത് വളരെ ആനുകൂലികമാണ്. ഷോർട്ട് കട്ടിലൂടെ പണം സമ്പാദിക്കുന്നതും റിസ്ക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളും ഇത്തവണ ഒഴിവാക്കുക. കുടുംബബന്ധം. 2026 മകം നക്ഷത്രക്കാർക്ക് കുടുംബം കർമ്മഭൂമിയാകും. കുടുംബത്തിൽ നിങ്ങളായിരിക്കും അവരുടെ കേന്ദ്ര കഥാപാത്രം. എല്ലാവരും നിങ്ങളിലേക്ക് നോക്കും. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിക്ക് അവഗണന തോന്നാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ മൗനമാണ് ഈ തെറ്റിദ്ധാരണയ്ക്ക് പിന്നിൽ. സംസാരിക്കുകയും അവർക്ക് വേണ്ടിയുള്ള സമയം നൽകുകയും എന്നതിനപ്പുറം ഇതിന് വേറൊരു പരിഹാരമാർഗം നിർദ്ദേശിക്കാനില്ല. അവിവാഹിതർക്ക് വിവാഹാലോചനകൾ ശക്തമാകും. പൂർവിക ബന്ധമുള്ള കുടുംബങ്ങളിൽ നിന്ന് വീട്ടുകാരുടെ സമ്മതത്തോടെ നിങ്ങൾക്ക് പുതിയ ബന്ധങ്ങൾ ഉടലെടുക്കും. ആരോഗ്യഫലം. 2026 ആരോഗ്യം ഒട്ടും തന്നെ അവഗണിക്കാൻ പാടില്ല. സാധ്യമായ ചില പ്രശ്നങ്ങൾ BP,
ഹൃദയസമ്മർദ്ദം, തലവേദന, ഉറക്കപ്രശ്നങ്ങൾ. ഇതിനൊക്കെ കാരണം അമിതമായി നിങ്ങൾ ഏൽക്കേണ്ടി വരുന്ന ഉത്തരവാദിത്വവും നിങ്ങൾക്കുണ്ടാകുന്ന മാനസിക സമ്മർദ്ദവുമാണ്. എങ്കിലും നിർബന്ധമായും 7 മണിക്കൂർ വരെ ഉറങ്ങുക, പ്രാണായാമം ചെയ്യുക, ഉപ്പ് കുറവുള്ള ഭക്ഷണങ്ങൾ ഭക്ഷിക്കാൻ ശ്രദ്ധിക്കുക. വിദ്യാഭ്യാസവും പഠനവും. വിദ്യാർത്ഥികൾക്ക് അധിക സമ്മർദ്ദമുണ്ടാകാം. ഉയർന്ന ലക്ഷ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തെ തേടി വരും. നിങ്ങൾക്ക് അനുകൂലമായ ചില പരീക്ഷകൾ UPSC, PSC, ബാങ്കിങ്, അഡ്മിനിസ്ട്രേഷൻ, ലോ. പിന്നെ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഈഗോ ഒരിക്കലും പഠനത്തിൽ ഒരു വിഷയമാകരുത്. നിങ്ങളുടെ പഠനത്തെ തടയരുത്. യാത്ര. നിങ്ങൾക്ക് ഈ 2026 ജോലി സംബന്ധമായ ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടി വന്നേക്കാം. സർക്കാർ അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ടുള്ള യാത്രകളും കാണുന്നു. നിങ്ങൾക്ക് കുടുംബത്തോടൊപ്പമുള്ള ഒരു വിദേശയാത്ര ഒക്ടോബറിന് ശേഷമാണ് ഉണ്ടാകുന്നത്. ആരോഗ്യത്തിൽ ഒരു ജാഗ്രത വെച്ച് പുലർത്തേണ്ടത് വളരെ നിർബന്ധമാണ്. 2026 മാസം പ്രതിയുള്ള ഒരു ക്വിക്ക് സമ്മറി കൂടെ നമുക്കിവിടെ നോക്കാം. ജനുവരി മുതൽ ഫെബ്രുവരി വരെ നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു മാസമാണ്. ഇവിടെ വെച്ചെടുക്കുന്ന നിങ്ങളുടെ തീരുമാനങ്ങളായിരിക്കും നിങ്ങളുടെ ബാക്കിയുള്ള ഈ വർഷത്തെ മാസങ്ങളെ എങ്ങനെ വേണമെന്ന് നിശ്ചയിക്കപ്പെടുന്നത്. മാർച്ച് മുതൽ ഏപ്രിൽ വരെ നിങ്ങളുടെ ജീവിതത്തിൽ സമ്മർദ്ദമുണ്ടാകാം. അവസരങ്ങളൊന്നും തേടി വരുന്നില്ല എന്നുള്ളൊരു ചിന്തയുണ്ടാവാം. പക്ഷേ കാത്തിരിക്കുക. മെയ് മുതൽ ജൂൺ വരെ നിങ്ങളുടെ കരിയറിൽ ചെറിയൊരു വളർച്ച കാണുന്നു. ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ നിങ്ങളുടെ ബന്ധങ്ങളിൽ പരീക്ഷകൾ നേരിടേണ്ടി വരും. സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ നിങ്ങൾക്ക് സാമ്പത്തികമായി ആശ്വാസം ലഭിക്കും. ഇനി നവംബർ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിലാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സാമ്പത്തികമായി ഒരു സ്ഥിരതയും ആത്മവിശ്വാസവും കൈവരുന്നത്. ടിപ്സ് ആൻഡ് റെമഡീസ്. എല്ലാ ഞായറാഴ്ചയും സൂര്യ നമസ്കാരം ചെയ്യുക. പിതൃപൂജ അല്ലെങ്കിൽ പൂർവിക സ്മരണം ആവശ്യമാണ്. അഹങ്കാരം നിയന്ത്രിക്കാൻ ശിവനാമം ജപിക്കുക. ചുവപ്പ് വസ്ത്രം ദാനം നൽകുക. വിനയമാണ് ഏറ്റവും വലിയ ശക്തി. പ്രിയപ്പെട്ട മകം നക്ഷത്രക്കാരെ, 2026 നിങ്ങളെ ഒരു നേതാവായി ഉയർത്തും. പക്ഷേ ഓർക്കുക, സത്യനായ നേതാവ് വിനയമുള്ളവനാണ്. ഈ വർഷം നിങ്ങൾ ശരിയായ വഴി തിരഞ്ഞെടുത്താൽ ജീവിതം തന്നെ മാറിപ്പോകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. വീണ്ടും കാണാം. ദൈവാനുഗ്രഹത്തോടെ എല്ലാവർക്കും നന്ദി.